പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ വീണ്ടും 8ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായത്തിലെ വിപരീത ക്രിയകൾ ഉപയോഗിച്ചുള്ള കുറച്ച് 2 കണക്ക് കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ 3 കണക്ക് ചെയ്തായിരുന്നു. അതുകൂടാതെ ഒരു 2 എണ്ണം നമ്മൾ ഇന്ന് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും HS മാത്സ് വേൾഡിലേക്ക് സ്വാഗതം. ഒരു ചോദ്യം ഇതാണ്: ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ്, പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 35 സെൻറ്റിമീറ്റർ, വൺ സൈഡ് ഈസ് 7 സെൻറ്റിമീറ്റർ. ഒരു വശം 7 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് ലെങ്ത് ഓഫ് ദി സെക്കൻഡ് സൈഡ്, ഓർ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി അതർ സൈഡ്? വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി അതർ സൈഡ്? ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ചോദ്യം. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ 35. അപ്പോൾ നമുക്കറിയാം പെരിമീറ്റർ എന്താണ്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 ലെങ്ത് ഉണ്ടാവും, 2 ബ്രെഡ്ത്ത് ഉണ്ടാവും. ബോർഡർ റെക്റ്റാങ്കിളാണ്. 2 ലെങ്തും 2 ബ്രെഡ്ത്തും കൂടി ചേരുന്നത്, അതായത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നതാണ് 35. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉടനെ എഴുതാം, ലെങ്തും ബ്രെഡ്ത്തും ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 35 വരിക. അതിൽ 1 സൈഡ് 7 എന്നറിയാം. 1 സൈഡ് 7. അപ്പോൾ ഇവിടെ ലെങ്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 35 മൾട്ടിപ്ലൈ ബൈ, ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും, 35/2. അപ്പോൾ അവിടെ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് 17.5 സെൻറ്റിമീറ്റർ. ലെങ്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്താൽ 17.5. അതിൽ 1 സൈഡ് അറിയാം. അപ്പോൾ ലെങ്ത് പ്ലസ് 1 സൈഡ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ലെങ്ത് പ്ലസ് 7 ഈസ് ഈക്വൽ ടു 17.5. അപ്പോൾ ലെങ്ത് എത്ര വരണം? ലെങ്തിൻ്റെ കൂടെ 7 ആഡ് ചെയ്യുമ്പോഴാണ് 17.5 കിട്ടുക. അപ്പോൾ 7 ആഡ് ചെയ്യുന്നതിന് മുമ്പ് 17.5 മൈനസ് 7. ആഡിങ്ങിൻ്റെ റിവേഴ്സ് പ്രോസസ് ആണ് സബ്ട്രാക്ടിങ്. 17.5 മൈനസ് 7. 17.5 മൈനസ് 7 എത്രയാണ്? 10.5. So length of the other side is 10.5 centimeter. അപ്പോൾ ഇതുപോലെ ലളിതമായിട്ട് ചെയ്യാം. ഒരേ വിപരീത ക്രിയ അല്ലെങ്കിൽ ബീജഗണിതം എത്തിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ബീജഗണിതം കുറച്ചുകൂടെ വിശദമായിട്ട് അടുത്ത പ്രോബ്ലം കൂടി പറഞ്ഞിട്ട് പറയും. ഒരു ചോദ്യം കൂടി. ഈ ചോദ്യത്തിൽ നമുക്ക് ഒരു പക്ഷിക്കണക്കാണ്. ഒരു മരക്കൊമ്പിൽ കുറേ പക്ഷികൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ആ പക്ഷികളുടെ ഗ്രൂപ്പ് ലീഡറോട് നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പക്ഷി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ എത്ര പേരുണ്ടോ, അതായത് ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൻ്റെ പകുതിയും ഒന്നും കൂടി ചേർന്നാൽ 67 പേരാവും. 67. ഞങ്ങളും ഞങ്ങളോളവും അതിൽ പകുതിയും അതിൻ്റെ പകുതിയും ഒന്നും കൂടി ചേർന്ന് 67 പേരാവും. ഈ കണക്ക് കൂട്ടിയെടുത്തോളം മതി. അതായത് വി ടുഗദർ വിത്ത് അസ്, ഹാഫ് ഓഫ് അസ്, അഗെയിൻ ഹാഫ് ഓഫ് ദാറ്റ്, പ്ലസ് 1 ടുഗദർ ഫോം 67. സോ വാട്ട് ഈസ് ദി നമ്പർ ഓഫ് ബേർഡ്സ് ഇൻ ദി ട്രീ? ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. ഒരു മരത്തിൽ കുറേ പക്ഷികളുണ്ട്. അപ്പോൾ പക്ഷിയുടെ ലീഡർ പറഞ്ഞതാണ് ഞങ്ങളും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അത്രയും കൂടി ചേർത്ത് അതിൻ്റെ പകുതിയും കൂടി ചേർത്ത് ഞങ്ങളുടെ പകുതിയും കൂടി ചേർത്ത് അതിൻ്റെ പകുതിയും കൂടി ചേർത്ത് ഒന്നും കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് 67 ആവും. അപ്പോൾ ഇത് നമ്മൾ വിപരീത ക്രിയ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യും. വിപരീത ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് വിപരീത ക്രിയ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യും നോക്കാം. വിപരീത ക്രിയ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഇതാണ് ഞങ്ങളെന്ന് വിചാരിക്കുക. ഇത്രയും പേരാണ് ഞങ്ങൾ. ഞങ്ങളോട് തന്നെ അത്രയും കൂടി ചേർത്തു. അപ്പോൾ ഇത്രയും കൂടി ചേർത്തു. വീണ്ടും ഞങ്ങളിൽ പകുതി, ഹാഫ് ഓഫ് ദാറ്റ്. അപ്പോൾ ഹാഫ് ഓഫ് ദാറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതി, ഇത്രയും വരും. വീണ്ടും അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാലോ ഇത്രയും ഉണ്ട്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇത്രയും വരും, ഹാഫിൻ്റെ ഹാഫ്. അതിൻ്റെ കൂടെ ഒന്നും കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് 67 വരുന്നത്. അപ്പോൾ ഇവിടെ
ഞങ്ങള്, ഞങ്ങളോളവും, ഞങ്ങളിൽ പകുതി, അതിൻ്റെ പകുതി 1. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആകെ ഞങ്ങളുള്ളതിൻ്റെ 1/4 ആണിത്. അപ്പോൾ ഞാൻ ഇതെല്ലാം 1/4 മാറ്റുക. ഉണ്ടോ? ഇവിടെ 4 1/4 ഉണ്ട്, ഇവിടെയും 4 1/4 ഉണ്ട്, ഇവിടെ 2 1/4 ഉള്ളൂ, ഇവിടെ 1 1/4. അപ്പൊ ആകെ എത്ര 1/4 ആയി? 4 + 4 + 2 + 1 11 1/4 ആയി. ദാറ്റ് ഈസ് 11 times 1/4 ഓഫ് us +1 ആണ് 67. 11 times 1/4 ഓഫ് us +1 ആണ് 67. 1/4 കിട്ടിയ മനസ്സിലായില്ലേ? അതായത് ഞങ്ങളും, ഞങ്ങളോളവും, ഞങ്ങളിൽ പകുതിയും, അതിൻ്റെ പകുതിയും. അപ്പോൾ അതിൻ്റെ പകുതി എന്നപ്പോൾ ആകെ ഉള്ളതിൻ്റെ 1/4 വന്നു, ഞങ്ങളുടെ 1/4. അപ്പോൾ ആ 1/4ന്റെ ടേംസിൽ ഞാൻ എടുത്തു. അങ്ങനെ എത്ര 1/4 ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 11 1/4. അപ്പോൾ ഞങ്ങൾ എത്ര പേരുണ്ട്? അതിൻ്റെ 1/4ന്റെ 11 ടൈംസ് ആണ് 67. അപ്പോൾ എന്ത് കിട്ടി? 11 times of 1/4 ഓഫ് us. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ചെയ്ത വിപരീത ക്രിയ വെച്ച് ചെയ്യുമ്പോൾ ഇതാണ് 1/4 ഓഫ് us എന്ന് വിചാരിക്കുക. അതിൻ്റെ വേണമെന്നില്ല, നമുക്ക് നേരിട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 11 times 1/4 ഓഫ് us +1. അപ്പോൾ 11 times 1/4 എന്ന് പറയുന്നത് 67. ആഡിങ് 1 റിവേഴ്സ് പ്രോസസ്സ്. ഒന്ന് ആഡ് ചെയ്യുമ്പോഴാണ് 67 വരുന്നത്. അപ്പോൾ ഒന്ന് ആഡ് ചെയ്യുന്നതിന് മുമ്പ് 67 - 1. അപ്പോൾ എന്തോന്നു? 11 ടൈംസ് എന്ന് പറഞ്ഞാൽ 11 ഇൻറ്റു ആണ്. 11 times of 1/4 ഓഫ് us ആണ് 60. ഇതെത്രയാണ്? 66. അപ്പോൾ 11 times of 1/4 66. അപ്പോൾ 1/4 എത്രയായിരിക്കും? 1/4 ഓഫ് us will be ഇതിൻ്റെ 11 ടൈംസ് ആണ് 66. അപ്പോൾ 1/4 ഓഫ് us will be 66/11. ദാറ്റ് ഈസ് 6. അപ്പോൾ ഞങ്ങൾ എത്ര പേരുണ്ടോ അതിൻ്റെ 1/4 6 ആണ്. അപ്പോൾ ഞങ്ങൾ എത്രയാണ്? സോ ദി നമ്പർ ഓഫ് ബേർഡ്സ് ഈസ് ഈക്വൽ ടു 1/4 ഓഫ് നമ്പർ ഓഫ് ബേർഡ്സ് 6. അപ്പോൾ 1/4 6 ആണെങ്കിൽ ഞങ്ങൾ 4 times of 6 ആണ്. 6 × 4. That is 24 birds altogether. So number of birds is 24. There are 24 birds on the tree. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു പക്ഷേ കണക്ക് നമ്മൾ ഇതിൻ്റെ റിവേഴ്സ് ഇതാണ് നമ്മൾ വിപരീത ക്രിയ ഉപയോഗിച്ച് ചെയ്താണിത്. അപ്പോൾ ആകെ 67 പേര്. എങ്ങനെ വന്നപ്പോൾ ഞങ്ങളും, ഞങ്ങളോളവും, ഞങ്ങളിൽ പകുതി, അതിൻ്റെ പകുതിയും കൂടി ഒന്നും കൂടി ചേരുമ്പോൾ 67. അപ്പോൾ ഒന്ന് ചേരണതിന് മുമ്പ് 66. ഞങ്ങളോളവും, ഞങ്ങളിൽ പകുതി, അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 4/1 11 മടങ്ങുന്നു. 4/1 11 മടങ്ങ് 66. അപ്പോൾ 4/1 എന്ന് പറയുന്നത് 66/11 6. 4/1 6 ആണെങ്കിൽ ഞങ്ങൾ 4 × 6 24. ഇത് നമുക്ക് ബീജഗണിതം ഉപയോഗിച്ച് പറയാം. അപ്പോൾ ഈ ബീജഗണിതം ഉപയോഗിച്ച് പറയുമ്പോൾ ഇവിടെ ഇതിനൊക്കെ എല്ലാം നമ്മൾ ചരം കൊണ്ട് സൂചിപ്പിക്കാൻ ചെയ്യുന്നത്. അതായത് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ എക്സ് എന്ന് എടുക്കുന്നു. ഇത് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ എടുക്കുന്നത് ഇത് മാറ്റോട്ടെ. അപ്പോൾ വേറെ രീതിയിൽ ഇത് ചെയ്യുന്നത് ബീജഗണിത രൂപത്തിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഈ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബീജഗണിത രൂപത്തിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ലെറ്റ് നമ്പർ ഓഫ് ബേർഡ്സ് ഞങ്ങൾ എന്നുള്ള നമ്പർ ഓഫ് ബേർഡ്സ് എക്സ് നൽകുന്നു. ഇനി അത് വെച്ചൊന്ന് എഴുതി നോക്കിയേ. ഞങ്ങൾ എക്സ്, അതിൻ്റെ കൂടെ എക്സും കൂടി വരും, അതിൻ്റെ കൂടെ ഞങ്ങളിൽ പകുതി, അത് എക്സിൻ്റെ പകുതി, വീണ്ടും അതിൻ്റെ പകുതിയുടെ പകുതി, എക്സിൻ്റെ പകുതി x/2, അതിൻ്റെ ഹാഫ് x/4, അതിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് എത്ര കിട്ടിയത്? 67 കിട്ടിയത്. x + x/2 + x/4 + 1 is 67. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം.
ഈ എക്സ് എല്ലാത്തിൻ്റെ ഡിനോമിനേറ്ററുകളെ നമുക്കിത് ഇങ്ങനെ എഴുതാം. എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x എന്ന് എഴുതാം. x/2 പ്ലസ് x/4 ആഡിങ് 1 ആദ്യം അപ്പറേറ്റ് കൊണ്ടുപോകാം. എന്താണ് ആഡിങ് 1 അപ്പറേറ്റ് ചെല്ലുമ്പോൾ എന്താവും? ഒന്ന് കൂടി കൂട്ടുമ്പോൾ 67. അപ്പോൾ ഒന്ന് കൂട്ടുന്നതിന് മുമ്പ് 67 മൈനസ് 1. ഇവിടെ ഇതെല്ലാം x/4 ആണ് ഏറ്റവും ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ് ഫ്രാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ടേംസിന് ഇതിനെല്ലാം കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ എക്സിനെ നമുക്ക് 4x/4 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് 2x ആകുമ്പോൾ 8x/4 എന്ന് എഴുതാം. 4 × 2 8 താഴെ 4 വന്നു. 2x/1 ആണ് എൻ്റെ മീനിങ്. അപ്പോൾ 4 × 2 8x, 4 × 1 4. അല്ലെങ്കിൽ വെറുതെ മനക്കണക്കായിട്ട് 2x ഈസ് 4x/4 ഡിനോമിനേറ്റർ 4 ആക്കും. ഇവിടെ x/2 എന്ന് പറഞ്ഞാൽ 2x/4 എന്ന് എഴുതാം. x/2 എന്ന് പറഞ്ഞാൽ 2 ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആർ മൾട്ടിപ്ലൈ ചെയ്ത് 2x/4 പ്ലസ് x/4 ഈസ് ഈക്വൽ ടു ഇത് 66. അപ്പോൾ അത് കണ്ടില്ല, ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. 8 + 2 10, 10 + 1 11. അപ്പോൾ 11x/4 എന്ന് പറഞ്ഞാൽ 66. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് /4. അപ്പോൾ ഈ /4 വേണമെങ്കിൽ അപ്പറേറ്റ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ 11 ആദ്യം അപ്പറേറ്റ് കൊണ്ടുപോകാം. 11 ടൈംസ് ഓഫ് x/4 ആണ് 66. അപ്പോൾ ഡയറക്റ്റ് ചെയ്താൽ മതി. 11x is equal to 66 divided by 4 ന്റെ റിവേഴ്സ് ഓപ്പറേഷൻ മൾട്ടിപ്ലൈ ബൈ 4. ഡിവൈഡഡ് ബൈ 4 ന്റെ റിവേഴ്സ് ഓപ്പറേഷൻ മൾട്ടിപ്ലൈ ബൈ 4. അപ്പോൾ x will be equal to 11 times of x is this. So x will be equal to this multiplied by 11 goes to that side, become divided by 11. 66 into 4 by 11. 66 by 11 can be cancelled, that is 6. 6 into 4 24. ഇത് തന്നെയല്ലേ ആദ്യം നമുക്ക് ആൻസർ. ഇങ്ങനെ വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിന് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ചിത്രമൊക്കെ വരയ്ക്കുന്നതിന് പകരം ഇതുപോലെ വേരിയബിൾ ഉപയോഗിച്ചും ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇത് ഇനിയുള്ള പ്രോബ്ലംസ് നമ്മൾ ബീജഗണിത രൂപത്തിലാണ് ചെയ്യുക. അപ്പോൾ ബീജഗണിത രൂപത്തിലേക്ക് പോകുന്നതിനുള്ള ആ വഴി വിപരീത ക്രിയ ഇവിടെ കണ്ടില്ലേ, അഡീഷൻ ആഡിങ് 1 അപ്പറേറ്റ് പോയപ്പോൾ സബ്ട്രാക്ട് 1, ഡിവൈഡഡ് ബൈ അപ്പറേറ്റ് പോയപ്പോൾ മൾട്ടിപ്ലൈ ബൈ അപ്പറേറ്റ് പോയപ്പോൾ ഡിവൈഡഡ് ബൈ. അപ്പോൾ ആ റിവേഴ്സ് ഓപ്പറേഷനാണ്. ആ റിവേഴ്സ് ഓപ്പറേഷനിലൂടെ നമ്മൾ ബീജഗണിത രൂപത്തിൽ കൊണ്ടുവന്നാലും അവിടെ ആ റിവേഴ്സ് ഓപ്പറേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 37 കുറച്ച് പ്രോബ്ലംസ് കിടപ്പുണ്ട്. ആ പ്രോബ്ലംസ് നിങ്ങൾ ഒന്ന് വിപരീത ക്രിയ ആദ്യം ചെയ്ത രീതിയിലോ അല്ലെങ്കിൽ വേരിയബിൾ എടുത്തോ ഏതെങ്കിലും രീതിയിൽ ചെയ്താൽ മതി. ബീജഗണിത രൂപത്തിലും ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ വിപരീത ക്രിയ ഉപയോഗിച്ചും ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലും ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളത് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.